വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം 17-ാം വാക്യത്തിൻ്റെ പ്രാരംഭ വാക്കുകൾ: മനുഷ്യനെ അവൻ്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള പ്രസ്താവനയാണ്. സകല മനുഷ്യനും ദുഷ്കർമ്മം വിട്ട് നീതി പ്രവൃത്തി ചെയ്യുന്നവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്ന ഭൂമിയും ദൈവം തൻ്റെ കൈകൊണ്ട് നിർമ്മിച്ച മനുഷ്യനും ഭൂമിയിൽ വഷളത്വം പ്രവർത്തിപ്പാനും അവരുടെ ദുഷ്ടതയും അവരുടെ തിന്മ പ്രവൃത്തികളും നിമിത്തം ഭൂമിയെ നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു എന്നും രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണുവാൻ കഴിയുന്നുണ്ട്. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി എന്നുള്ളതായ വാക്കുകളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും ഇപ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു എന്നുള്ളതാണ് ആ വാക്കുകളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. 13-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും പറയുന്ന പദം, സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളും ആയിത്തീർന്നു എന്നുള്ളതായ വാക്കുകളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ വാക്കുകളൊക്കെ ഓർപ്പിക്കുന്നത് മനുഷ്യൻ ദുഷ്ടത പ്രവർത്തിപ്പാൻ പാടില്ലെന്നും ദുഷ്ടത വിട്ട് നന്മ പ്രവൃത്തിയിലേക്ക് വരണമെന്നും ഓർപ്പിച്ചുണർത്തുകയാണ്. 11-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം പറയുന്നത്, ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും, തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയാകും എന്ന് പറയുന്നുണ്ട്. തിന്മ പ്രവർത്തികൾ, ദുഷ്കർമ്മങ്ങൾ നമ്മെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ, കെണികളിലേക്കും തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റുമുള്ള ഒരനുഭവത്തിലേക്കാകുമെന്ന് ആ വാക്കുകൾ ഓർപ്പിച്ചുണർത്തുകയാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും 3-ാം വാക്യം ഓർപ്പിക്കുന്നത്, ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല, നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോകുകയില്ല എന്ന് ഓർപ്പിക്കുന്നുണ്ട്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, ദുഷ്ടത ചെയ്യുന്നതുകൊണ്ട് മനുഷ്യൻ അഭിവൃദ്ധിയോ നന്മയോ സ്ഥിരതയോ ഉണ്ടാകുകയില്ലെന്നും നശിച്ചു പോകാതിരിക്കേണ്ടതിന്, തകർന്നു പോകാതിരിക്കേണ്ടതിന്, ഇളകിപ്പോകാതിരിക്കേണ്ടതിന് നീതിമാന്മാരായി ജീവിപ്പാൻ ഉത്സാഹിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് ആ വാക്യത്തിനുള്ളിലും കാണുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദുഷ്കർമ്മം ചെയ്ത് തിന്മ പ്രവർത്തികൾ ചെയ്ത് നാശത്തിലേക്കും തകർച്ചയിലേക്കും പോകുന്നവരായിട്ടല്ല, ആവോളം നന്മ പ്രവർത്തിച്ച് നിലനിൽക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി നാം തീരേണ്ടതിന് ഓരോ ദിവസങ്ങളും തിന്മ വിട്ട് നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ.
കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തിന്മ പ്രവർത്തിക്കുന്നവരും ദുഷ്ടത പ്രവർത്തിക്കുന്നവരുമായി ഞങ്ങൾ നശിക്കുന്നവരായി തീരുകയല്ല, ഞങ്ങൾ നന്മ ചെയ്ത് നിലനിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നന്മ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.